അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മൂന്നാം ക്ലാസ്സിലെ ദുറൂസിലെ 19ാമത്തെ പാഠം. അദ്ദർസു താസിഅശർ, പാഠം 19. അൽ അമീൻ, വിശ്വസ്തൻ. അല്ലേ, നബിതങ്ങളെ കുറേ അറബികൾ വിളിച്ചിരുന്ന പേരാണ് അൽ അമീൻ, വിശ്വസ്തൻ എന്ന്. പരിശുദ്ധ മക്ക നഗരത്തിൽ വലിയ ജലക്ഷാമം നേരിട്ടു. പരിശുദ്ധ മക്ക നഗരത്തിൽ വലിയ ജലക്ഷാമം നേരിട്ടു. മുശ്രിക്കുകൾ ലാത്തയോടും ഉസ്സയോടും പ്രാർത്ഥിച്ചു. ലാത്ത, ഉസ്സ അത് അവരുടെ ദൈവങ്ങളാണ്, അവരുടെ ബിംബങ്ങളാണ്. അപ്പോൾ ആ ബിംബങ്ങളോട് അവരെന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു, മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഫലമുണ്ടായില്ല. തുടർന്ന് അബൂ ത്വാലിബിനെ സമീപിച്ചു. അദ്ദേഹം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കഅബയിൽ പോയി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകാശത്തേക്ക് വിരൽ ചൂണ്ടി. ആകാശം മേഘാവൃതമായി, കനത്ത മഴ പെയ്തു. അപ്പോൾ എങ്ങനെ മഴ പെയ്തത്? ജലക്ഷാമം നേരിട്ടപ്പോൾ മക്കക്കാർക്ക് മഴ ലഭിച്ചത് എങ്ങനെയാണ്? അതിനൊരു ചോദ്യത്തിന് ഉത്തരം പോലെയാണിത്, അല്ലേ? എന്ത് ചെയ്തു? അബൂ ത്വാലിബ് മുത്തുനബിയുമായി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കഅബയിൽ പോയി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകാശത്തേക്ക് വിരൽ ചൂണ്ടി. ആകാശം മേഘാവൃതമായി, കനത്ത മഴ പെയ്തു. ഇതിപ്പോൾ ഒരു അത്ഭുതമായിട്ടാണ്, നബിയുടെ കുട്ടിക്കാലത്തെ അത്ഭുതം. ഇനി ഒരിക്കൽ മൂത്താപ്പ സുബൈറിനോടുകൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്ര പുറപ്പെട്ടു. വഴിമധ്യേ ഒരു കൂറ്റൻ ഒട്ടകം. യാത്രക്കാർ അത് കാരണം ബുദ്ധിമുട്ടുകയായിരുന്നു. വലിയൊരു ഒട്ടകം, യാത്രക്കാർ അത് കാരണം ബുദ്ധിമുട്ടുകയായിരുന്നു. ഒട്ടകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോൾ മുട്ടുകുത്തി വഴിയിൽ നിന്ന് മാറി നിന്നു. അവർ മാറി നിന്നു. രണ്ടാമത്തെ സംഭവം. അപ്പോൾ അതൊരു മൂന്നാമത്തെ ചോദ്യമായിട്ട് വരണം, അതിന് ഉത്തരമായിട്ട് പറ. എന്താ? യാത്രക്കിടെ ഒട്ടകക്കൂറ്റൻ വഴിയിൽ നിന്ന് മാറിയത് എപ്പോഴാണ്? ഒട്ടകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോൾ മുട്ടുകുത്തി വഴിയിൽ നിന്ന് മാറി നിന്നു. ഇനി വേറെ ഒരു അത്ഭുത സംഭവം. അവർ മടക്കയാത്ര ആരംഭിച്ചു. വഴിയിൽ കുത്തിയൊലിക്കുന്ന ഒരു തടാകമുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിലിറങ്ങിയപ്പോൾ അതിൻ്റെ ഒഴുക്ക് നിന്നു. യാത്രക്കാർ തടാകത്തിലൂടെ നിർഭയം നടന്നു നീങ്ങി. അപ്പോൾ അഞ്ചാമതൊരു ചോദ്യം വരാം. വഴിമുടക്കി കുത്തിയൊലിക്കുന്ന തടാകത്തിലെ ഒഴുക്ക് നിന്നത് എപ്പോഴാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിലിറങ്ങിയപ്പോൾ അതിൻ്റെ ഒഴുക്ക് നിന്നു. ഇനി മറ്റൊരിക്കൽ വേറൊരു അത്ഭുതം പറയാം. മറ്റൊരിക്കൽ അബൂ ത്വാലിബിൻ്റെ ഒട്ടകം തിരയാൻ പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഴിയിൽ ഒറ്റപ്പെട്ടു. ആ വഴി വന്ന അബൂജഹൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒട്ടകപ്പുറത്ത് തൻ്റെ പിന്നിൽ കയറ്റി. ഒട്ടകം മുന്നോട്ട് നടക്കാൻ തയ്യാറായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുന്നിൽ ഇരുത്തിയപ്പോൾ മാത്രമാണ് ഒട്ടകം നടക്കാൻ തുടങ്ങിയത്. ഈ അത്ഭുതങ്ങൾ മക്കക്കാർക്കിടയിൽ വലിയ സംസാരമായി. അപ്പോൾ ഈ അത്ഭുതങ്ങളൊക്കെ മക്കക്കാർക്കിടയിൽ വലിയ സംസാരമായി. ഒന്ന് നമ്മൾ പറഞ്ഞു മഴ പെയ്ത സംഭവം, മറ്റൊന്ന് എന്താണ്? വഴിമധ്യേ നിന്ന് ഒട്ടകക്കൂറ്റൻ നബിയെ കണ്ടപ്പോൾ മാറിയത്. പിന്നെന്താണ്? കുത്തിയൊലിക്കുന്ന തടാകത്തിൻ്റെ ഒഴുക്ക് നിന്നത്. പിന്നെ അബൂജഹൽ നബിതങ്ങളെ ഒട്ടകപ്പുറത്ത് തൻ്റെ പിന്നിലാണ് കയറ്റിയത്. നബിയെ മുന്നിൽ കയറ്റാതെ പിന്നിൽ കയറ്റി. അപ്പോൾ ഒട്ടകം മുന്നോട്ട് നടക്കാൻ തയ്യാറായില്ല. നബിയെ മുന്നിലിരുത്തിയപ്പോൾ മാത്രമാണ് ഒട്ടകം നടക്കാൻ തുടങ്ങിയത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി വെക്കാം. ഇനി അടുത്ത പേജ് നോക്കാം. അബൂ ത്വാലിബ് സംസം കിണർ കെട്ടുകയായിരുന്നു. അബൂ ത്വാലിബ് ആരാണ്? നബിയുടെ മൂത്താപ്പയാണ്. അബൂ ത്വാലിബ് സംസം കിണർ കെട്ടുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് വേണ്ട കല്ല് ചുമന്നുകൊണ്ടുവന്നു. ചുമല് വേദനിക്കാതിരിക്കാൻ തുണി വെക്കാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. തുണി അഴിക്കാൻ ഒരുങ്ങിയപ്പോഴേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബോധരഹിതനായി വീണു. കണ്ട, അതവിടെ നമുക്ക് നുബയ്യിന സിയാക്ക് സന്ദർഭം വിവരിക്കാൻ വേണ്ടി
നാലാമത്തെ ഭാഗമായിട്ട് ചോദ്യം വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉത്തരമാണിത്. നബി തങ്ങൾ ബോധരഹിതനായി വീണത് എപ്പോഴാണെന്ന് അല്ലേ? അബൂ ത്വാലിബ് സംസം കിണർ കെട്ടുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനു വേണ്ടി കല്ല് ചുമന്നു കൊണ്ടുവന്നു. ചുമല് വേദനിക്കാതിരിക്കാൻ തുണി വെക്കാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. തുണി അഴിക്കാൻ ഒരുങ്ങിയപ്പോഴേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധരഹിതനായി വീണു. അപ്പോൾ ഒരുപാട് അത്ഭുതങ്ങൾ പറഞ്ഞു. ഇനി അധർമ്മത്തിലും തിന്മയിലും മുഴുകി ജീവിച്ചിരുന്നവരാണ് അറബികൾ. അധർമ്മത്തിലും തിന്മയിലും മുഴുകി ജീവിച്ചിരുന്നവരാണ് അറബികൾ. അവർക്കിടയിൽ എല്ലാ തിന്മകളിൽ നിന്നും മോചിതരായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർന്നു. കുട്ടിക്കാലത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പല അത്ഭുതങ്ങളും പ്രകടമായി. അപ്പോൾ നബിതങ്ങൾ വേണി രണ്ടാമത്തെ ചോദ്യം അവിടെ വന്നിട്ടുണ്ട്. നബിതങ്ങൾ ഒരു തിന്മയും ഏർപ്പെട്ടില്ല. കാരണം നബിതങ്ങൾ എല്ലാ തിന്മകളിൽ നിന്നും മോചിതരായാണ് നബി വളർന്നു വന്നത്. അപ്പോൾ നബിയെ അള്ളാഹു സംരക്ഷിച്ചു. നബി അള്ളാഹു സംരക്ഷിച്ചത് കാരണം. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൂർണ്ണ അനാഥനായാണ് വളർന്നത്. ആ പൂർണ്ണ അനാഥനായി വളർന്നു. അതെങ്ങനെയാണ്? ജനിക്കുന്നതിന് മുമ്പേ ഉപ്പ വഫാത്തായി അല്ലേ? ഉമ്മയുടെ ഗർഭപാത്രത്തിൽ 2 മാസമുള്ളപ്പോൾ തന്നെ നബി തങ്ങളുടെ വാപ്പ അബ്ദുള്ള എന്നവർ മരണപ്പെട്ടല്ലോ. അതാ പറഞ്ഞത്, ജനിക്കുന്നതിന് മുന്നേ ഉപ്പ വഫാത്തായി. 6-ാം വയസ്സിൽ ഉമ്മയും 8-ാം വയസ്സിൽ വലിയുപ്പ അബ്ദുൽ മുത്തലിബും ഇഹലോകവാസം വെടിഞ്ഞു. അപ്പോൾ നബി തങ്ങൾ പൂർണ്ണ അനാഥനായിട്ടാണ് വളർന്നത്. അപ്പോൾ അവിടെ ഒരു ചോദ്യം, ഒന്നാമത്തെ ഒരു ചോദ്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൂർണ്ണ അനാഥനായി എങ്ങനെയെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക? നബിയുടെ സ്വന്തം പിതാവ് മരണപ്പെട്ടു, പിന്നെ സംരക്ഷിക്കേണ്ട മാതാവ് 6-ാം വയസ്സിൽ മരണപ്പെട്ടു, പിന്നെ അടുത്ത ഉത്തരവാദിത്വം സംരക്ഷിക്കേണ്ട ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബ് 8 വയസ്സുള്ളപ്പോൾ അബ്ദുൽ മുത്തലിബ് വഫാത്തായി. കുട്ടിക്കാലം ദരിദ്രപൂർണമായിരുന്നു. എന്നാൽ ഒന്നിനും പരാതിപ്പെടാതെ സൽസ്വഭാവിയും സദ്വൃത്തനുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർന്നു. നല്ലത് ചെയ്തുകൊണ്ടും നബി തങ്ങൾ വളർന്നു. അതാ പറഞ്ഞ, എന്നാൽ ഒന്നിനും പരാതിപ്പെടാതെ സൽസ്വഭാവിയും സദ്വൃത്തനുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർന്നു. സത്യമേ പറയൂ, ആരെയും ഉപദ്രവിക്കില്ല, കുറ്റം പറയില്ല, എല്ലാ നല്ല കാര്യങ്ങളിലും ഏർപ്പെടും, ഒരു തിന്മയും ചെയ്യില്ല, എല്ലാവർക്കും കഴിയുന്ന സഹായങ്ങൾ ചെയ്യും. ജനങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെട്ടു. അവർ അൽ അമീൻ എന്ന് വിളിച്ചു. അപ്പോൾ ഇവിടെ സൽസ്വഭാവിയും സദ്വൃത്തനുമായിട്ടാണ് നബി വളർന്നത്. ഈ രണ്ടാമത്തെ ചോദ്യം ഞാൻ പറഞ്ഞല്ലോ, നബി തങ്ങൾ ഒരു തിന്മയും ഏർപ്പെട്ടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ ഇതും എഴുതാം. സൽസ്വഭാവിയും സദ്വൃത്തനുമായിട്ടാണ് നബി വളർന്നു വന്നത്. നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തിയിരുന്നു അല്ലേ? എല്ലാ തിന്മകളിൽ നിന്നും മോചിതരായിട്ടാണ് നബി തങ്ങൾ വളർന്നതെന്ന്. അവിടെ ഇതും എഴുതാം, ഇതും രണ്ടും എഴുതാൻ പറ്റും. ഇനി 6-ാമത്തെ ചോദ്യം വന്നിട്ടുണ്ട്. നബി തങ്ങളെ ജനങ്ങൾ അല്ലമീൻ എന്ന് വിളിക്കാൻ കാരണം എന്താ? സത്യമേ പറയൂ, ആരെയും ഉപദ്രവിക്കില്ല, കുറ്റം പറയില്ല, എല്ലാ നല്ല കാര്യങ്ങളിലും ഏർപ്പെടും, ഒരു തിന്മയും ചെയ്യില്ല, എല്ലാവർക്കും കഴിയുന്ന സഹായങ്ങൾ ചെയ്യും. ജനങ്ങളെല്ലാം നബിയെ ഇഷ്ടപ്പെട്ടു. അവർ അൽ അമീൻ എന്ന് വിളിച്ചു. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് ഇത് എഴുതാം. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാ. അള്ളാഹുവിൻ്റെ ഹബീബേ, അങ്ങേക്ക് അള്ളാഹു തആലയുടെ സ്വലാത്തും സലാമും ഉണ്ടാകട്ടെ എന്നൊരു സ്വലാത്താണത്. ഈ പാഠം നല്ലപോലെ വായിച്ച് നോക്കാം. പിന്നെ അവിടെ അല്ലമീൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞല്ലോ, വിശ്വസ്തൻ എന്നാണ് അല്ലമീൻ. യത്തീം, അനാഥൻ, ഇബിൽ എന്ന് വെച്ചാൽ ഒട്ടകം, ഹജർ കല്ല്, ബീർ കിണർ, അതിൽ വന്ന ചില വാക്കുകളൊക്കെ ഞാൻ പറഞ്ഞു. പിന്നെ അതിനുശേഷം ബുഹൈറ എന്ന് വെച്ചാൽ തടാകമാണ് കേട്ടോ. ബുഹൈറ അബൂജഹലാരാ? നബിയെ എതിർത്ത ഖുറൈശി പ്രമുഖനാണ്. നബി തങ്ങൾ പ്രബോധനവുമായി വരുമ്പോൾ നബി എതിർത്ത നബിയുടെ പ്രധാന ശത്രുവാണ് അബൂജഹൽ. ഇത് ചെറുപ്പത്തിലെ സംഭവം നമ്മൾ പറഞ്ഞു കിതാബ്. ലാത്ത ഉസ്സ എന്ന് വെച്ചാൽ എന്താണത്? മുശ്രിക്കുകളുടെ ആരാധ്യ വസ്തുക്കളാണ് കേട്ടോ. പിന്നെ അവിടെ ചേരുംപടി ചേർക്കാനുണ്ട്. ഉസ്സ, സുബൈർ, അബൂജഹൽ, അബ്ദുൽ മുത്തലിബ്, നബിയുടെ മൂത്താപ്പ, നബിയുടെ ഉപ്പാപ്പ, മുശ്രിക്കുകളുടെ ആരാധ്യ വസ്തു, നബിയെ എതിർത്ത പ്രമുഖൻ. അതൊക്കെ നമുക്ക് പാഠം വായിച്ച് നല്ലപോലെ കിട്ടും ഇൻഷാ അല്ലാഹ്. പാഠവും തദ്രീബാത്തും കൂടി വായിച്ചാൽ കിട്ടും കേട്ടോ ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും നല്ലപോലെ പഠിച്ച് ചോദ്യോത്തരങ്ങളൊക്കെ തദ്രീബാത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ ചോദ്യം വായിച്ച് തദ്രീബാത്തും എഴുതുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.